നിക്കോള ടെസ്ല കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഇൻവെൻഷൻസും അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ കണ്ടുപിടിച്ച വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ആണ് അദ്ദേഹം. ആളെപ്പറ്റി കേൾക്കാത്ത വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈസ് ഒബ്സെഷൻ വിത്ത് നമ്പേഴ്സ്. ആൾക്ക് നമ്പേഴ്സിനോടുള്ളൊരു പ്രത്യേക ഒരു മുഹബത്ത് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു മുമ്പം ആൾക്കുണ്ടായിരുന്നു. ആൾക്ക് ഈ ബിൽഡിങ്സിലോട്ട് കയറുന്നതിന് മുന്നേ ആ ബ്ലോക്കിൻ്റെ ചുറ്റും 3 വട്ടം നടക്കുക, അതേപോലെ തന്നെ ആൾ നിൽക്കുന്ന ഹോട്ടൽ റൂംസിന് 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഉള്ള റൂംസിൽ മാത്രം നിൽക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഹി ആക്ച്വലി ട്രൈഡ് എ ലോട്ട് ടു മേക്ക് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് ദോസ് നമ്പേഴ്സ് 3, 6, 9. ബട്ട് ആരും വിശ്വസിച്ചില്ല. നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു ഇമേജ് ഉണ്ടാവും 3, 6, 9 ഈ ഒരു ഇമേജ് നിങ്ങൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. ബട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വുഡിൻ എക്സ്പ്ലെയിൻ വാട്ട് ഇറ്റ് ഈസ്. അതെന്താണ് നിങ്ങൾക്ക് ആരും കൂടുതൽ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. ഇതിൻ്റെ പുറകെ വേറെ കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു നമ്പർ 3, 6, 9 എങ്ങനെയാണ് ഇവോൾവ് ആവുന്നതും, എന്തുകൊണ്ടാണ് ടെസ്ല ആ ഒരു നമ്പർ സെലക്ട് ചെയ്തെന്നുള്ളതും, എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മാത്തമാറ്റിക്സ് ഉണ്ടല്ലോ, ഇറ്റ്സ് നോട്ട് സംതിങ് വി ആക്ച്വലി ക്രിയേറ്റഡ് ബട്ട് വി ഡിസ്കവേർഡ്. നമ്മളത് ഉണ്ടാക്കിയെടുത്തൊരു സംഭവമല്ല, നമ്മൾ ഓൾറെഡി ഉണ്ടായ ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഇറ്റ്സ് ആക്ച്വലി എ യൂണിവേഴ്സൽ ട്രൂത്ത്. ഏതൊരു ഇതിലും 1+1 എന്ന് പറയുമ്പോൾ 2 ആണ്, 2+2 എന്ന് പറയുമ്പോൾ 4 ആണ്. ഇറ്റ് ഡസൻ ചേഞ്ച്. ഏതൊരു സ്ഥലത്താണെങ്കിലും ദ മാത്സ് ഈസ് ദ യൂണിവേഴ്സൽ ട്രൂത്ത്. ഈ നമ്പേഴ്സ് അതേപോലെ തന്നെ വരാം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഇമേജ് ഇതിൽ നോക്കുമ്പോൾ എല്ലാ നമ്പേഴ്സും ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9. അതിന് ഇതിൽ 3, 6, 9 ആണ് കുറച്ചും കൂടെ എംഫസൈസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ 1+1 ആഡപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക 2. അതേപോലെ തന്നെ 2 ആഡപ്പ് ചെയ്യുമ്പോൾ യു ഗെറ്റ് 4 ആഡപ്പ് ചെയ്യുമ്പോൾ 8. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ 8 ആഡപ്പ് ചെയ്യുമ്പോൾ 16 എന്ന് പറയുമ്പോൾ 1+6 which is 7. ഈ ഒരു സാധനം നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുമ്പോൾ യു ഓൾവേസ് ഗെറ്റ് ദ സെയിം വേ. ഈ ഒരു 2, 4, 8, 7, 5, 1 ഈ ഒരു സാധനം തന്നെയാണ് പിന്നെ റിപ്പീറ്റഡ്ലി പ്രോസസ്സ് ആവും. ലാസ്റ്റോടെ ഞാൻ എഴുതി നിർത്തിയിട്ടുള്ളത് 32 + 32 64. ഇതേ സാധനം 64 + 64 128. 128 എന്ന് പറയുമ്പോൾ 8, 9, 10, 11. 1+1 എന്ന് പറയുമ്പോൾ 2 ആണ്. ഈ ഒരു ഇത് പിന്നെ റിപ്പീറ്റഡ്ലി ഈ ഒരു ഇത് തന്നെയാണ് ഫോം ചെയ്യുക. ഇത് ഞാൻ പറയാനുള്ള റീസൺ വെച്ചാൽ നിങ്ങൾ നോക്കി നോക്കിയാൽ ഇതിലില്ലാത്തൊരു 3 നമ്പേഴ്സ് ഉണ്ട്, വിച്ച് ഈസ് 3, 6, 9. ഈ ഒരു നമ്പേഴ്സ് നമ്മൾ ഈ ഫോം ചെയ്ത നമ്പേഴ്സിൻ്റെ ഇടയിലില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് ഒക്കെ ഉള്ള ആ ഒരു പാറ്റേൺ അപ്പുറമാണ് നമ്മൾ ഈ 3, 6, 9 എന്ന് പറയുന്ന നമ്പേഴ്സ് നിൽക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, ഈ 3, 6, 9 ഒരു സ്പെഷ്യാലിറ്റി. അതിൽ മെയിൻലി 3ഉം 6ഉം ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 + 3 വരുന്നത് 6 ആണ്. അതേപോലെ തന്നെ 6 + 6 വരുന്നത് 12, വിച്ച് ഈസ് 1+2 എന്ന് പറയുന്നത് ഏതാണ് 3. ഈ ഒരു സാധനം നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യുവാണെങ്കിൽ യു ഓൾവേസ് ഗെറ്റ് ദ സെയിം 6, 3, 6, 3. ഈ ഒരു സംഭവം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആഡപ്പ് ചെയ്ത് വരുമ്പോൾ ഇതേ നമ്പേഴ്സ് തന്നെ റിപ്പീറ്റ് ആവും. ബട്ട് അതിൽ 9 ഇല്ല. ഓക്കെ, ഈ 9 എന്ന് പറയുന്ന നമ്പർ നോക്കുവാണെങ്കിൽ 9 + 9 18 വരും, വിച്ച് ഈസ് 1+8 എന്ന് പറയുമ്പോൾ 9. ഇതേപോലെ തന്നെ 18 + 18 ആഡപ്പ് ചെയ്ത് പോയാലും 9 തന്നെ വരാം. ഏത് നമ്പറും 9 വെച്ച് ആഡപ്പ് ചെയ്താലും അതേ സെയിം 9 തന്നെയാണ് വരാം. ഇറ്റ്സ് ബിക്കോസ് 9 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒക്കെ ഒരു യൂണിറ്റാണ്. ദ യൂണിറ്റി ഇറ്റ് സെൽഫ്. ഈ ഒരു നമ്പേഴ്സില്ലേ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനൊരു റീസൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഈ നമ്പർ 3, 6, 9. പക്ഷെ അത് എന്തിൻ്റെ ബേസിസിലാണ് നിക്കോള ടെസ്ല ആ ഒരു നമ്പർ ഉദ്ദേശിച്ചത് എന്ന് കാണിച്ചു തരാനാണ് ഞാൻ ഇതിപ്പോൾ ചെയ്തു തന്നത്. അതാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഒരു 3, 6, 9 എന്ന നമ്പർ ഇത്രയും പവർഫുൾ ആണെന്ന് പറയുന്നത്. ഇനി നമുക്കുണ്ടല്ലോ ആ നമ്മൾ നേരത്തെ പറഞ്ഞ 3, 6, 9 മെത്തേഡിലോട്ട് അടക്കാം. സംഭവം എന്താ വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ, എളുപ്പമുള്ളൊരു കാര്യമാണ്. ബട്ട് ദി ഹാർഡ് പാർട്ട് ഈസ് ഫോർ യു ടു പെർഫോം ഇറ്റ് ഡെയിലി. നിങ്ങൾ ഡെയിലി പെർഫോം ചെയ്യുമോ എന്നുള്ളൊരു കാര്യമാണ് അതിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം. യു ആക്ച്വലി നീഡ് കൺസിസ്റ്റൻസി. ആ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ഗെറ്റിംഗ് യുവർ സെൽഫ് എ ജേർണൽ. ഞാൻ ഉപയോഗിക്കുന്ന ആ ഒരു ജേർണൽ ഇതാണ്. ഐ ഓൾവേസ് പ്രിഫർ യു ടു ഗെറ്റ് എ ന്യൂ ബുക്ക്. ഒരു പുതിയ ബുക്ക് ഇതിനായിട്ട് മാത്രം എടുത്തു വെക്കണമായിരിക്കും നല്ലത്. ഓർ യു കുഡ് യൂസ് ഫോൺ, ബട്ട് ഓൾവേസ് ദ ബെസ്റ്റ് തിങ് ഈസ് ടു യൂസ് എ ബുക്ക്. ഞാൻ ഈ ഒരു ബുക്കിലാണ് ആ ഒരു തുടങ്ങിയിരുന്നത്. ബട്ട് അതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചിരുന്നൊരു ബുക്കുണ്ട്, ഈ ഒരു ബുക്ക്. ഐ വിൽ ടെൽ ദാറ്റ് ലൈഫ് സ്റ്റോറി ഇൻ ദി എൻഡ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു 3, 6, 9 മെത്തേഡ്, ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഇതിലും ഫോളോ ചെയ്യേണ്ടത്. സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ ആ ഗോൾസ് എന്താണോ, ആ ഗോൾസ് എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ബട്ട് ബിഫോർ ദാറ്റ് ഗോൾസ് എന്താണോ അത് രാവിലെ 3 വട്ടം എഴുതുക. അതുപോലെ തന്നെ ഉച്ചക്ക് 6 വട്ടം, പിന്നെ ഉറങ്ങണതിന് മുമ്പ് 9 വട്ടം. ഇനി ഇതെങ്ങനെ എഴുതേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം.
സംഭവം എന്നു വെച്ചാൽ യു ആർ ആക്ച്വലി സപ്പോസ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ ആസ് ഇറ്റ് ഓൾറെഡി ഹാപ്പൻഡ്. ഓൾറെഡി നടന്നത് രീതിയിൽ വേണം ഈ ഒരു കാര്യം നമ്മൾ എഴുതാൻ. ഓൾറെഡി നടന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുക, ആ ഒരു പാസ്റ്റ് ടെൻസിൽ വേണം നമ്മളിതിൽ റൈറ്റ് ഡൗൺ ചെയ്യാൻ. പിന്നെ എസ്പെഷ്യലി റൈറ്റ് ഡൗൺ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക രീതി ഉണ്ട്. യു ആർ സപ്പോസ് ടു റൈറ്റ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ആ ഒരു സെൻറ്റൻസ് തുടങ്ങാൻ. യു ആർ ആക്ച്വലി സപ്പോസ് ടു റൈറ്റ് ദ വേർഡ് ഗ്രേറ്റ്ഫുൾ. ആ ഗ്രേറ്റ്ഫുൾ എന്ന വാക്ക് മറക്കരുത്. യു ആർ സപ്പോസ് ടു റൈറ്റ് ഇറ്റ്. സപ്പോസ് യുവർ ഗോൾ ഈസ് ടു ഏൺ സം എമൗണ്ട് ഓഫ് മണി. അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ പ്രൊമോഷനോ അല്ലെങ്കിൽ കുഡ് ബി ഗ്രേഡ്സ് അല്ലെങ്കിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി കയറുക, ഏതൊരു ഗോളാണെങ്കിലും എഴുതുമ്പോൾ യു ആർ സപ്പോസ് ടു റൈറ്റ് ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദിസ് മച്ച് എമൗണ്ട് ഓഫ് മണി. അല്ലെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ദിസ് ജോബ്. ജോലിയാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ ഗ്രേഡ്സ് ആണെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട് ഗുഡ് ഗ്രേഡ്സ് ഇൻ ഓൾ മൈ എക്സാംസ്. അങ്ങനെ വേണം നിങ്ങളിത് എഴുതാൻ. ഇനി ഞാൻ ഈ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. രാവിലെ എണീക്കുമ്പോൾ 3 വട്ടം എഴുതുക. എങ്ങനെയാണോ ഗോൾസ് ആ ഒരു രീതിയിൽ നിങ്ങൾ എന്താണോ ഗോൾസ് ഡിസൈഡ് ചെയ്യുക അത് 3 വട്ടം എഴുതിയെടുക്കുക രാവിലെ. അതേപോലെ തന്നെ പിന്നെ ഉച്ചക്ക് എഴുതുക 6 വട്ടം. അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രി 9 വട്ടം എഴുതുക. എഴുതുമ്പോൾ യു ആർ സപ്പോസ് ടു റൈറ്റ് ഐ ആം ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഐ ഗോട്ട്. പൈസ ആണെങ്കിൽ പൈസ അല്ലെങ്കിൽ ഗ്രേഡ്സ് ആണെങ്കിൽ ഗ്രേഡ്സ്. ആ രീതിയിൽ വേണം എഴുതാൻ. ബട്ട് ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി വേണം. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിതിങ്ങനെ ഡെയിലി 3 വട്ടം 6 വട്ടം 9 വട്ടം എഴുതുമ്പോൾ യു ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദാറ്റ് ലെവൽ ഓഫ് ഫ്രീക്വൻസി. നിങ്ങൾ ആ തോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു എപ്പോഴും ആ ഒരു ഇതിലായിരിക്കും, ആ ഒരു തോട്ടിലാവുമല്ലോ ഈ 3 വട്ടം 6 വട്ടം എഴുതുമ്പോൾ. അപ്പോൾ നിങ്ങൾ ആ ഒരു ഫ്രീക്വൻസി ആയിട്ട് ലിങ്ക് ആകുമ്പോൾ നിങ്ങൾ യൂണിവേഴ്സായിട്ട് ലിങ്കിങ് വരുമ്പോഴാണ് നിങ്ങൾ ആ ഒരു ഇത് അട്രാക്ട് ചെയ്യണം. നിങ്ങൾ ഏത് ഗോളിലോട്ടാണോ എത്തേണ്ട ആ ഒരു ഇതിലോട്ട് നമ്മൾ അട്രാക്ട് ചെയ്യും. ഇപ്പോൾ ഗ്രേഡ്സ് ആണെങ്കിൽ ആ ഗ്രേഡ്സിലോട്ട് എങ്ങനെ എത്താം, പഠിക്കുക, അതേപോലെ തന്നെ നോട്ട്സ് കിട്ടുക, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് വരും. ദാറ്റ്സ് ഹൗ യു അട്രാക്ട് ദോസ് തിങ്സ്. എന്നിട്ട് നമ്മൾ ആ ഗോളിലോട്ട് എത്തുകയും ചെയ്യും. ബട്ട് ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദ തിങ് ഈസ് യു ആർ സപ്പോസ് ടു ഫീൽ ഇറ്റ്. നിങ്ങൾ ആ കാര്യങ്ങൾ എഴുതുമ്പോണ്ടല്ലോ, ഇപ്പം നിങ്ങൾ ആ ഒരു ഗോൾ എന്ന് പറയുന്നത് സപ്പോസ് യു ഡ്രീം എന്ന് പറയുന്നത് പൈസയാണെങ്കിൽ നിങ്ങൾ ആ അക്കൗണ്ടിലോട്ട് ആ പൈസ വരുമ്പോൾ ഹൗ യു വിൽ ഫീൽ, ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുക, ആ ഒരു ഫീലിംഗ് നിങ്ങൾ ആ എഴുതുമ്പോൾ കൊണ്ടുവരണം. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞ് എഴുതൂലേ, ആ ടൈമിൽ നിങ്ങളതിങ്ങനെ നടക്കണത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഫീൽ ചെയ്തിട്ട് വേണം എഴുതാൻ. എന്നാലും നിങ്ങൾ അതിലോട്ട് എത്തുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് തുടങ്ങിയ ബുക്ക് ഇതിലായിരുന്നു. 2 വർഷം മുമ്പാണ് ഞാനത് തുടങ്ങിയത്. ഞാൻ എഴുതിയതൊക്കെ ഇപ്പോഴും ഉണ്ട് ഇതിൽ. ആ ടൈമിൽ പഠിക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ബോഡി ഉണ്ടാക്കാനും അതിനൊക്കെയാണ് ഞാൻ തുടക്കത്തിൽ. എനിക്ക് ഐ ആക്ച്വലി ഹാഡ് റിയലി സ്ലിം ബോഡി. എനിക്ക് വെയിറ്റൊക്കെ ഭയങ്കര കുറവായിരുന്നു. പീപ്പിൾ യൂസ് ടു ആസ്ക് മീ ഞാൻ ഫുഡ് കഴിക്കാറില്ലേ, അങ്ങനെയാണോ വയ്യാത്തതാണോ, അത്രയും ഒരു ഇതിലായിരുന്നു. സംടൈംസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോഴും ചിലപ്പോൾ ഞാൻ മെലിഞ്ഞിട്ടായിരിക്കും തോന്നുക. ബട്ട് എൻ്റെ ആ ഒരു പാസ്റ്റിൽ നിന്ന് ഈ ഒരു ഇതിലോട്ട് കാണുമ്പോൾ ഐ ആക്ച്വലി മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. പക്ഷേ ഞാനിതിൽ എഴുതിയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ 2024 കഴിയാനതിന് മുമ്പായിരുന്നു ഞാൻ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്തിരുന്നത്. ബട്ട് ഐ ആക്ച്വലി മെയ്ഡ് വെരി ഹ്യൂജ് ഡിഫറൻസ്. 2024 ശേഷവും ഞാനത് പിന്നെ കണ്ടിന്യൂ ചെയ്തിരുന്നു ആ ഒരു റൈറ്റിങ്സ്. 2024 മുമ്പ് ഞാനത് അത്ര കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഐ യൂസ് ടു റൈറ്റ് ഇറ്റ് സംടൈംസ്. ഇടയ്ക്ക് ഇങ്ങനെ എഴുതും, പിന്നെ ഇടയ്ക്ക് മറക്കും. എന്നിട്ട് ചിലപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിരിക്കും ഉച്ചയ്ക്ക് എഴുതേണ്ട 6 പ്രാവശ്യം 9 പ്രാവശ്യം ഒരുമിച്ചൊക്കെ എഴുതിയിരുന്നത്. ബട്ട് ഐ സ്റ്റിൽ യൂസ് ടു മാനേജ് ടു ഡു ഇറ്റ് ഡെയിലി. അങ്ങനെ ആ ഒരു ഇതിൽ ഐ പ്രിറ്റി മച്ച് മെയ്ഡ് വെരി ലൈറ്റ് ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് 2024 ശേഷവും ഞാനത് കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനുശേഷം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ആക്ച്വലി സോ മച്ച് തിങ്സ് ചേഞ്ച്. ആ 2024 ശേഷം എനിക്ക് ആ ഒരു ഗോളിലോട്ട് എത്താൻ കുറേ കാര്യങ്ങൾ എനിക്ക് എന്താ പറയുക യൂണിവേഴ്സ് എന്നെ റെഡിയാക്കി തരുമെന്ന് അറിയില്ല. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് റെഡിയാക്കി കിട്ടുമെന്ന് അറിയില്ല. അതേപോലെ ആയിരുന്നല്ലോ ഞാൻ പഠിക്കാറിങ്ങിയ ടൈമിൽ പീപ്പിൾ യൂസ് ടു ടെൽ മീ. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ യൂസ് ടു ടെൽ മീ നമ്മുടെ വർക്കിൻ്റെ ഒപ്പം പഠിക്കുന്നതിൻ്റെ ഒപ്പം ജിമ്മ് പറ്റൂല, അതേപോലെ തന്നെ ഹോസ്റ്റലായതുകൊണ്ട് ജിമ്മ് പറ്റൂല, ഫുഡ് റെഡി ആവില്ല, ജിമ്മ് നടക്കില്ല, എക്സാം വരുമ്പോൾ നിർത്തേണ്ടി വരും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറേ പേര് നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞിരുന്നു നടക്കൂല എന്നുള്ളത്. ബട്ട് ഐ സംഹൗ സ്റ്റിൽ മാനേജ് ടു ബിലീവ് ദാറ്റ് ഐ കുഡ് ഡു ഇറ്റ്. എത്രത്തോളം നമുക്ക് ആഗ്രഹമുണ്ടോ അപ്പോൾ നമുക്കത് നടക്കുന്നതാണല്ലോ. അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചു, ഇതേ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഫൈനലി എനിക്ക് ആ ഒരു ഗോളിലോട്ട് എത്താനുള്ള വഴികളൊക്കെ യൂണിവേഴ്സ് തന്നെ റെഡിയാക്കി തന്നെ. എനിക്ക് അങ്ങോട്ട് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ, അതേപോലെ തന്നെ ഫുഡ്, അതിനനുസരിച്ചിട്ടുള്ള പൈസ, ഇതൊക്കെ എനിക്ക് ആ ഒരു യൂണിവേഴ്സ് തന്നെയാണ് തന്നിട്ടുള്ളത് എനിക്ക് ആ ഒരു ഗോളിലോട്ട് എത്താനുള്ളത്. അതിനുശേഷം ഇപ്പോൾ 2025 മുന്നായിട്ട് ഐ ആക്ച്വലി മെയ്ഡ് എ റിയലി ലോട്ട് ചേഞ്ച്. ഞാൻ വേണമെങ്കിൽ ഫോട്ടോ കാണിച്ചു തരാം. ഞാൻ പാസ്റ്റിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ കറൻ്റ്ലി എങ്ങനെയാണെന്നുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ഈ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദ യൂണിവേഴ്സ് ആക്ച്വലി
ഗീവ്സ് അസ് നമ്മൾ ആ ഒരു ആഗ്രഹത്തിലോട്ട് എത്താനുള്ള വഴികളൊക്കെ ഒരുക്കി തരും. ദ പാർട്ട് ഈസ് യു ജസ്റ്റ് ഹാവ് ടു ആക്ട് ഇറ്റ്. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല, യു ഹാവ് ടു മേക്ക് എ മൂവ്. നിങ്ങളത് ആഗ്രഹിച്ച് അതിലോട്ട് അങ്ങോട്ട് എത്താൻ എപ്പോഴും ആ ഒരു തോട്ടിൽ വേണം നിൽക്കാൻ. നിങ്ങൾ വേറെ കാര്യങ്ങൾ ചിന്തിച്ച് മാറി മാറി പോകരുത്. എപ്പോഴും ആ ഒരു തോട്ടിൽ എപ്പോഴും എങ്ങനെയാണ് അതിലോട്ട് എത്തുക എന്നുള്ള തോട്ടിൽ വേണം നിങ്ങൾ നിൽക്കാൻ. എന്നാലും നിങ്ങൾ അതിനനുസരിച്ച് അക്കോർഡിംഗ്ലി ആക്ട് ചെയ്യുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവും, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം മാറ്റി വെച്ച് വേറെ കാര്യങ്ങളിലോട്ട് പോകുന്ന പ്രശ്നം. ഇപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾ മാറ്റി വെക്കാണ്ട് റൈറ്റ് നൗ ഇപ്പം തന്നെ ചെയ്യണം. ബട്ട് നിങ്ങൾക്ക് വേറെ കാര്യങ്ങളിലോട്ടാണ് പോകാൻ ഇങ്ങനെ തോന്നുന്ന ടെൻഡൻസി ഉണ്ടെങ്കിൽ ഐ ഷോ അനദർ വീഡിയോ, ജസ്റ്റ് വാച്ച് ഇറ്റ് ഇൻ മൈ ചാനൽ. അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള ഡെയിലി ഗോൾസ് ഉണ്ടാവില്ലേ, നിങ്ങൾ ഡെയിലി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾ, അത് എങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്യാന്നുള്ള വേറൊരു വീഡിയോ ഞാൻ അവിടെ ഇട്ടേക്കാം. മേക്ക് ഷുവർ യു ഗോ വാച്ച് ഇറ്റ് ഇൻ മൈ ചാനൽ. Until then, next video, bye bye.